ഹായ് ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന മേഘാലയ ഡേ 3 ആക്ടിവിറ്റീസ് ആട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മേഘാലയ ഡേ 2 ആക്ടിവിറ്റീസ് ആയിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സിഗരറ്റ് വാട്ടർഫാളും ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ആ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്ന മേഘാലയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ ഞാനീ നടക്കുന്നത് കാണുമ്പോൾ തന്നെ പലർക്കും ഊഹിക്കാവുന്നുള്ളൂ. അതായത് നമ്മളിന്ന് പോകാൻ പോകുന്നത് മേഘാലയ ഡബിൾ ഡക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്കാണ്. നമ്മുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്ത് കാണുന്ന ഒരു വാട്ടർഫാൾ അല്ലേ, ആ വാട്ടർഫാളാട്ടോ നമുക്ക് പോകണ്ടേ. ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് ആ വാട്ടർഫാൾ. ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ആശാനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവനെന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ കൂടെ കൂടിയത്. ആദ്യൊരു ബിസ്ക്കറ്റ് കൊടുത്തെങ്കിൽ അവൻ കഴിച്ചില്ല. പിന്നെ സ്നേഹത്തോടെ കഴിച്ചോടാന്ന് കൈ നീട്ടിയപ്പോഴാണ് പിന്നെ അവൻ കഴിക്കുന്നത്. പിന്നെ അവൻ നമ്മുടെ കൂടെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ താഴെ വില്ലേജ് എത്തിയപ്പോഴാണ് പിന്നെ അവൻ പോയത്. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാ റീൽസിലൊക്കെ എങ്ങനെ കേട്ടായിരുന്നു, അതായത് 1500 സ്റ്റെപ്സ് ഉണ്ട്, ഡിഫിക്കൽട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇത്രത്തോളം ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ റീൽസ് പറഞ്ഞ പോലെ 1500 സ്റ്റെപ്പ് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. നല്ല ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെയൊക്കെ ഒരു ധാരണ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 1500 സ്റ്റെപ്സ് നമ്മൾ ഒറ്റയടിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിവിംഗ് റോഡ് ബ്രിഡ്ജിലെത്താലോ എന്നുള്ള ധാരണയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ 1500 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അല്ല. ആദ്യം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു വില്ലേജിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും നടക്കാനുണ്ട്. ഈ നടക്കുക എന്ന് പറയുമ്പം പാലം കയറി ഇറങ്ങാനുണ്ട്, പിന്നെ സ്ട്രീമൊക്കെ കട്ട് ചെയ്ത് പോകാനുണ്ട്. അവസാനമാണ് നമ്മൾ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലെത്തുന്നത്. അവിടുന്ന് അത്രയും ദൂരം തന്നെയുണ്ട് നമ്മൾ റെയിൻബോ ഫാളിലെത്തണമെങ്കിൽ. അപ്പം ഒന്ന് ഓർത്ത് നോക്കണം ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് റൗണ്ട് ട്രിപ്പ്. അപ്പം നോർമലി ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവിംഗ് റോഡ് ബ്രിഡ്ജിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കയറി പോകുന്നത്. അപ്പോൾ അത്രയും ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിനാണ് ഇതെല്ലാം കവർ ചെയ്ത് തിരിച്ചു പോയത്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ പറയാം. ഫസ്റ്റ് ഞങ്ങളൊരു നല്ല ട്രക്കിംഗ് ഷൂ വാങ്ങി. ഡെക്കാത്തലോണിൽ പോയൊരു നല്ല ഒരു ആങ്കിൾ സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഷൂ വാങ്ങി. സോ നിങ്ങൾക്ക് മേഘാലയ വരണം, ഹൈക്ക് ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, ഡെഫിനറ്റ്ലി ഹൈക്കിംഗ് ഷൂ മസ്റ്റാണ്. അത് ഒരു നല്ല ഹൈക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് നമ്മളെ കംഫോർട്ട് തരും, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് പാൻറ്റാണ്. അപ്പം അത് മേടിക്കുന്നത് വളരെ ഉപകാരമാണ്. അപ്പം ഡെക്കാത്തലോണിൽ അതും കിട്ടും. കാരണം ജീൻസോ ഒക്കെ ഇട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോവുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ നടക്കാനും കുറച്ച് പാടായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുത്തി നടക്കുന്ന ഈ വടി തന്നെ കേട്ടോ. അതിവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ മോളിൽ നിന്ന് തന്നെ നമ്മൾ ആ വടി ഈ ലോക്കൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 25-50 എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ അത് ഭയങ്കര ഉപകാരമാണ്. നമ്മൾ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെയാണെങ്കിൽ ഒരു കുപ്പി വെള്ളവും നമ്മൾ കരുതിയിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി ഇറങ്ങി പോരാൻ പറ്റിയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആദ്യത്തെ ഒരു ചെറിയൊരു ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കണ്ടു. അപ്പോൾ കുറച്ച് പ്രതീക്ഷയൊക്കെ ആയി. കാണാനൊക്കെ കുഴപ്പമില്ലാത്തൊരു ചെറിയ ബ്രിഡ്ജ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് നേരെ ഞങ്ങൾ ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഫൈനലി ആ അത്ഭുതം ഞങ്ങളങ്ങ് കണ്ടു. ഇതാണ് നമ്മുടെ ഡബിൾ ഡക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അപ്പോൾ ഏകദേശം ഈ ഒരു ബ്രിഡ്ജിന് എന്തോരം പഴക്കമുണ്ടെന്നറിയാമോ? ഈ ഒരു മരത്തിന് ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 250 വർഷത്തെ പഴക്കമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഓരോ റൂട്ടിലെ അതിങ്ങനെ വളർന്നു വരും തോറും ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടിക്കൂടി വരും. ഏകദേശം ഒരു 50 ആൾക്കാർ കയറി നിന്നാലും ഇത് ബ്രേക്ക് ആവില്ല കേട്ടോ. അത്രയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടത്. അപ്പോൾ ഒരു പേര് കറക്റ്റായിട്ട് ഫോം ചെയ്ത സ്ട്രെങ്ത്താണ്. ഏകദേശം ഒരു 25 വർഷമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്ന താഴത്തെ ഒരു ബ്രിഡ്ജില്ലേ, അതാണ് ആദ്യം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആണ് മുകളിലത്തേത് അവർ ഫോം ചെയ്തത്. ഈ അപ്പർ ബ്രിഡ്ജ് ഫോം ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴത്തെ ആ ബ്രിഡ്ജ് മഴക്കാലം ആകുമ്പം
വെള്ളം കയറി മെത്തും, പിന്നെ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊക്കെയാണ് അവർ മുകളിലത്തെ ബ്രിഡ്ജ് പിന്നെ ഫോം ചെയ്തത്. ഈ കാണുന്ന ഫിഷൊക്കെ ഇവിടെയുള്ള ഈ വെള്ളത്തിലുള്ള കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഒരുപാട് ഫിഷുണ്ട്. നമ്മളിങ്ങനെ മതിമറന്നിങ്ങനെ കണ്ടെങ്കിൽ ഇരുന്ന് പോവും. ശുദ്ധമായ വായു, എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ള്, ഭയങ്കര സമാധാനം കേട്ടോ. എന്താ പറയുക, ഒരു എനർജി നമുക്ക് കിട്ടും. നമ്മൾ ഹൈക്ക് ചെയ്ത് മടുത്ത് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നാൽ പോലും നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോയ ഊർജവും ഭയങ്കര ഒരു നേച്ചർ, എന്താ പറയുക, നേച്ചറിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ലിവിങ് റോഡ് ബ്രിഡ്ജൊക്കെ ആസ്വദിച്ച് ആ മഹത്തായ അത്ഭുതപ്പെടുന്ന കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ട് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലം കാണാൻ വേണ്ടി യാത്ര തിരിച്ചു. ഇനി കാണാൻ പോകുന്നത് ഞങ്ങൾ റെയിൻബോ ഫാൾസ് ആണ്. അപ്പോൾ ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ നമുക്ക് കവർ ചെയ്യണം റെയിൻബോ ഫാൾസിലത്. അപ്പോൾ കുറേ നടന്നു, ക്ഷീണിച്ചു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി റെയിൻബോ ഫാളിൻ്റെ തൊട്ടടുത്തെത്തി. അങ്ങനെ ഫൈനലി ഞങ്ങൾ റെയിൻബോ ഫാൾസിൻ്റെ അടുത്തെത്തി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നോക്കിയാൽ ഒരു റെയിൻബോ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് റെയിൻബോ ഫാൾസ് എന്ന് പേര് വന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്ലൂ ലഗൂണാണ്. അവിടെ ഇറങ്ങി കുളിക്കണം. കാരണം ഞങ്ങൾ വരുന്ന വഴിക്കാണ് ബ്ലൂ ലഗൂൺ, പക്ഷേ അത് സ്കിപ്പ് ചെയ്ത് നേരെ റെയിൻബോ ഫാളിൻ്റെ അവിടെ വന്നു. കാരണം മടുത്ത് ടയർഡായി തിരിച്ചു പോകാൻ, ഫ്രഷ് ആയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് വന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ പോയിൻ്റ് ഉണ്ട് നമുക്ക് വെള്ളമൊക്കെ ശേഖരിക്കാൻ. കാടിൻ്റെ നടുക്ക കൂടെയാണ്, കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് വഴിയൊക്കെ. ഇങ്ങനെ നമ്മൾ ബ്ലൂ ലഗൂണിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ കാണുന്നതാണ് ബ്ലൂ ലഗൂൺ. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ഈ ബ്ലൂ ലഗൂൺ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഈ ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളറൊക്കെ കൊണ്ടാട്ടോ. അതുപോലെ തന്നെ ഇത് കാണുക, ആസ്വദിക്കുക കൂടുതൽ ഇതിൽ ഇറങ്ങി കുളിക്കുക എന്നതിലാട്ടോ കാര്യം. കാരണം നമ്മൾ ഹൈക്ക് ചെയ്ത് മടുത്ത് ഈ തണുത്ത ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ നേരെ കുറച്ച് നേരം കളിച്ച് മറിഞ്ഞ് കുളിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് കയറി പോകണം. അപ്പം ഏകദേശം വീഡിയോ അവസാനിക്കാറായി. അപ്പോൾ വേറൊരു വീഡിയോയുടെ ഞാൻ വീണ്ടും വരാം. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.